എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Hobbies Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അല്ല, അദ്ദേഹം പറഞ്ഞ കാരണം തന്നെ കഴിഞ്ഞ പ്രാവശ്യം അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അന്വേഷണം ഉള്ളത് കൊണ്ട് ഞാൻ മന്ത്രിയായിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം രാജിവെച്ചത്. സെയിം സിറ്റുവേഷൻ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ് വീണ്ടും അന്വേഷണം ആരംഭിക്കുകയാണ്. സ്വാഭാവികമായി പൂർവ്വസ്ഥിതിയായി. അപ്പോൾ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല. സാങ്കേതികമായി തന്നെ പാടില്ല. ധാർമ്മികമായി പിന്നെ സംശയമില്ല. ധാർമ്മികമായി സംസ്ഥാന പോലീസ് അന്വേഷിക്കുമ്പോൾ, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ അന്വേഷണം ഫലപ്രദമായി നടക്കണം എന്നുണ്ടെങ്കിൽ മന്ത്രി ഒഴിഞ്ഞിരുന്ന് കൊടുക്കലാണ് അതിൻ്റെ കീഴ്വഴക്കം രീതിയും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജിയായിരിക്കും ഉത്തമം. രാജിവെക്കില്ല എന്നൊരു പ്രതികരണമാണ് മന്ത്രി. അത് ധാർമ്മികമായി ശരിയല്ല. അത് പിന്നെ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. സാങ്കേതികമായി പോലും, കാരണം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം രാജിവെച്ചതല്ലേ. സെയിം സിറ്റുവേഷൻ മടങ്ങി വരുമ്പോൾ പിന്നെ എങ്ങനെ മന്ത്രിയായി തുടരും? അതിനിപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനെതിരെ പ്രതിഷേധം ഉണ്ടാവും. പ്രതിപക്ഷം രാജി ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞാനിപ്പോൾ പ്രതിപക്ഷ അഭിപ്രായം തന്നെയാണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കീഴ്വഴക്കനുസരിച്ചും അതുപോലെ തന്നെ ധാർമ്മികത അനുസരിച്ചും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടതാണ്. രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ സമരപരിപാടികളിലേക്ക് കടക്കേണ്ടി വരും. അതാലോചിക്കേണ്ട കാര്യമാണ് തീർച്ചയായും. മറ്റൊരു കാര്യം, ഈ മറ്റേ സുപ്രഭാതം പരസ്യമായി ബന്ധപ്പെട്ട് ഇന്നലെ തെറ്റുപറ്റിയെന്ന് അംഗീകരിക്കുകയും നടപടി ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ കാണുന്നത്. അല്ല, അതൊക്കെ ഇനിയിപ്പോൾ റിസൾട്ട് വരട്ടെ. റിസൾട്ട് വന്നതിന് ശേഷം ആ കാര്യങ്ങൾ സംബന്ധിച്ചൊക്കെ ചർച്ച പല തലത്തിലും നടക്കുന്നുണ്ട്. സമസ്തയൊക്കെ ആയിട്ട് എപ്പോഴും ഞങ്ങൾക്ക് കൂടിയാലോചന ഉള്ളതാണല്ലോ. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന സമ്പന്നതരായ അതിൻ്റെ പണ്ഡിതന്മാരായ നേതാക്കളുമൊക്കെ ആയിട്ട് ഈ വിഷയത്തിൽ കൂടിയാലോചനകൾ ആൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും നടക്കും. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.